ഹലോ, എല്ലാവർക്കും നമസ്കാരം. കോപ്പറേറ്റീവ് ഹെൽപ്പറിന്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകും നമ്മുടെ കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ്. അതാണ് നമ്മുടെ കോർപ്പറേഷൻ്റെ ടോപ്പിക്കാണ് അല്ലെ. കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻ നമുക്ക് പഠിക്കാനുള്ളതാണ്. അതിൽ ഏകദേശം ഒരു 3-4 കമ്മിറ്റീസ് നമുക്ക് പഠിക്കാനായിട്ട് സിലബസിൽ തന്നെ അവർ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഏത് കമ്മിറ്റിയാണ്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മളൊരു കമ്മിറ്റി പഠിക്കുമ്പോൾ നമുക്ക് അധികം കമ്മിറ്റി ഒന്നുമില്ല. പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ ഏകദേശം 40 കമ്മിറ്റിയൊക്കെ പഠിച്ചിട്ടാണ് അന്ന് ഞങ്ങളൊക്കെ പരീക്ഷയ്ക്ക് പോയത്. ഇപ്പോൾ അത്രയൊന്നുമില്ല. വളരെ ചുരുക്കം കമ്മിറ്റീസും ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റീസും മാത്രമേ ഉള്ളൂ. എല്ലാവരും പഠിച്ച കമ്മിറ്റികൾ തന്നെയാണ് ഇവയെല്ലാം. നമ്മൾ ഒരു കമ്മിറ്റി പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ ആ കമ്മിറ്റിയുടെ പേര് പഠിക്കണം അല്ലെ. കമ്മിറ്റിക്ക് ഒരു പേര് കാണും. പിന്നെ ആ കമ്മിറ്റിയുടെ ആരാണ്? ഈ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത ഒരു അതോറിറ്റി ഉണ്ടാവും. ഓർത്ത് വെച്ചേക്കുക, കമ്മിറ്റിക്ക് ഒരു അപ്പോയിന്റിങ് അതോറിറ്റി, കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത ഒരു അതോറിറ്റി ഉണ്ടാവും. പിന്നെ കമ്മിറ്റിയുടെ ചെയർമാന്റെ പേര് പഠിക്കണം അല്ലെ. കമ്മിറ്റിയുടെ ചെയർമാന്റെ പേര് പഠിക്കണം. പിന്നെ പഠിക്കാനുള്ളത് എന്താണ്? അപ്പോയിന്റ് ചെയ്ത വർഷവും റിപ്പോർട്ട് സമർപ്പിച്ച വർഷവും. ഓർത്ത് വെച്ചേക്കുക, കമ്മിറ്റിയുടെ പേര്, കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത അതോറിറ്റി ആരാണ് അല്ലെ. ചിലപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ അപ്പോയിന്റിങ് അതോറിറ്റീസ് ഉണ്ടാവും. പിന്നെ കമ്മിറ്റിയുടെ ചെയർമാന്റെ പേര് പഠിക്കണമല്ലോ. കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ഉണ്ടാവും. കാരണം എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്മിറ്റി ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിച്ച് അദ്ദേഹം ചില ശുപാർശകൾ, ചില റെക്കമെൻഡേഷൻസ് ഉണ്ടാവും. പിന്നെ ചില കൊട്ടേഷൻസുകൾ കമ്മിറ്റീസ് നൽകാറുണ്ട്. ഓക്കെ, അപ്പം ഓർത്ത് വെച്ചേക്കുക, കമ്മിറ്റി വളരെ ചുരുക്കം കമ്മിറ്റിയെ പഠിക്കാനുള്ളൂ. അപ്പൊ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിട്ടുള്ള ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, അല്ലെങ്കിൽ AIRCSC എന്ന് പഠിക്കും അല്ലെ. AIRCSC എന്ന് പഠിക്കും. അപ്പൊ ആദ്യത്തെ പടി തന്നെ പറയുന്നുണ്ട്, എനിക്ക് The Reserve Bank of India appointed the All India Rural Credit Survey Committee. ഇപ്പൊ ഈ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത അതോറിറ്റി ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അല്ലെ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഞാൻ ബ്രാക്കറ്റിൽ തന്നെ എന്തിന്റെ അപ്പോയിന്റ് ചെയ്ത വർഷവും റിപ്പോർട്ട് സമർപ്പിച്ച വർഷവും ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. 1951 അപ്പോയിന്റ് ചെയ്യുന്നത്. 1954 കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഓർത്ത് വെച്ചേക്കുക, കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോയിന്റഡ് ദി ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഓർത്ത് വെച്ചേക്കുക, അപ്പോയിന്റിങ് അതോറിറ്റി ആരാണ് മക്കളെ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അല്ലെ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഏത് വർഷമാണ് അപ്പോയിന്റ് ചെയ്തത്? 1951. നിങ്ങൾ ഇതിലെ എല്ലാ പോയിന്റ്സുകളും നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് പോയിന്റ്സുകൾ മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഓർത്ത് വെച്ചേക്കുക, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്. അപ്പോയിന്റ് ചെയ്ത വർഷം ഓർത്ത് വെച്ചേക്കുക, 1951 ആണ് കേട്ടോ. 1951 കമ്മിറ്റി എന്ത് ചെയ്യുന്നത്? അപ്പോയിന്റ് ചെയ്യുന്നത് അല്ലെ. കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത വർഷം 1951. പിന്നെ ഒരു വിശേഷണമാണ്, ദ അപ്പോയിന്റ്മെന്റ് ഓഫ് ദ കമ്മിറ്റി വാസ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലാൻഡ്മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അപ്പൊ നമ്മുടെ സഹകരണ ചരിത്രം അല്ലെ, സഹകരണ കോപ്പറേറ്റീവ് മൂവ്മെന്റ്, സഹകരണ പ്രസ്ഥാനത്തിന്റെ ആ ഒരു ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിട്ട് നമുക്ക് ഈ കമ്മിറ്റിയുടെ അപ്പോയിന്റ്മെന്റ് നമുക്ക് വിശേഷിപ്പിക്കാം അല്ലെ. ഈ കമ്മിറ്റി വളരെ പ്രധാനപ്പെട്ട ശുപാർശകളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുക, ദ അപ്പോയിന്റ്മെന്റ് ഓഫ് ദ കമ്മിറ്റി was the most important landmark in the history of cooperative movement after independence. അപ്പൊ നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ചരിത്ര സംഭവമാണ്, ഒരു ലാൻഡ് മാർക്ക് ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. ഈ കമ്മിറ്റി ഞാൻ പറഞ്ഞു ഒരു ചെയർമാൻ ഉണ്ടാവും അല്ലെ. ഏതൊരു കമ്മിറ്റി ആണെങ്കിലും ആ കമ്മിറ്റിക്ക് ഒരു ചെയർമാൻ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ ഈ സർവേ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഓർത്ത് വെച്ചുക, ശ്രീ AD ഗോർവാല കേട്ടോ. ശ്രീ AD ഗോർവാല വാസ് ദി ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി. നമ്മുടെ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ഓർത്ത് വെക്കുക മക്കളെ, അത് AD ഗോർവാലയാണ്. ഗോർവാല എന്ന് പഠിച്ചേക്കുക. അപ്പം നമ്മൾ മറ്റൊരു പോയിന്റ് ഓർത്ത് വെച്ചേക്കണം, ഏതൊരു കമ്മിറ്റി ആണെങ്കിലും ആ കമ്മിറ്റി അതിന്റെ ചെയർമാന്റെ പേരിലും അറിയപ്പെടും. എന്താണ് ഞാൻ പറഞ്ഞത്? ഏതൊരു കമ്മിറ്റി എടുത്താലും ആ കമ്മിറ്റി അതിന്റെ ചെയർമാന്റെ പേരിലും അറിയപ്പെടും. അപ്പൊ ഇവിടുത്തെ ചെയർമാൻ ആരാണ്? AD ഗോർവാലയാണ് അല്ലെ. AD ഗോർവാലയാണ് ചെയർമാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കമ്മിറ്റിയെ ഗോർവാല കമ്മിറ്റി എന്ന് വിശേഷിപ്പിക്കാം.
ക്ലിയർ ആക്കണം കേട്ടോ. ഏതൊരു കമ്മിറ്റി ആണെങ്കിലും കമ്മിറ്റി അതിന്റെ ചെയർമാന്റെ പേരിലും അറിയപ്പെടും. ഇപ്പൊ ഇതിന്റെ ചെയർമാൻ AD ഗോർവാല ആണത് കൊണ്ട് തന്നെ അല്ലെ, ചെയർമാന്റെ പേരെന്താണ്? ആ ഗോർവാലയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കമ്മിറ്റിയെ ഗോർവാല കമ്മിറ്റി എന്ന് വിശേഷിപ്പിക്കാം കേട്ടോ. ഈ കമ്മിറ്റി ഗോർവാല കമ്മിറ്റി എന്നും അറിയപ്പെടാറുണ്ട്. കമ്മിറ്റി ഈസ് ഓൾസോ നോൺ ആസ് ഗോർവാല കമ്മിറ്റി എന്ന് ഓർത്ത് വെച്ചേട്ടോ. ഗോർവാല കമ്മിറ്റി ഓർത്ത് വെച്ചേക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്തത് ആണെന്ന് ഓർത്ത് വെച്ചേക്കട്ടെ. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. 1951 അപ്പോയിന്റ് ചെയ്തത്. അതുപോലെ തന്നെ ഈ കമ്മിറ്റിയുടെ ചെയർമാന്റെ പേര് AD ഗോർവാലയാണ്. അതുകൊണ്ട് ഈ കമ്മിറ്റിയെ നമുക്ക് ഗോർവാല കമ്മിറ്റി എന്നും വിശേഷിപ്പിക്കാം. ഓക്കെ, അടുത്ത പോയിന്റ് പറയാണ്, ഈ കമ്മിറ്റിക്ക് ചെയർമാന് പുറമെ 3 മെമ്പേഴ്സും കൂടെ ഉണ്ടെന്ന് ഓർത്ത് വെച്ചേക്കട്ടോ. ചെയർമാന് പുറമെ 3 അംഗങ്ങൾ കൂടെ ഉണ്ട്. ആരൊക്കെയായിരുന്നു ആ 3 മെമ്പേഴ്സ്? DR ഗാഡ്ഗിൽ അല്ലെ, DR ഗാഡ്ഗില്, ശ്രീ B വെങ്കടാപ്പൈ, പിന്നെ NSR ശാസ്ത്രി. 3 അംഗങ്ങൾ കൂടെ ഈ കമ്മിറ്റിക്കുണ്ട്. അതില് ശ്രീ B വെങ്കടാപ്പൈ അന്നത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു കേട്ടോ. പിന്നെ പറയുന്നത് NSR ശാസ്ത്രി, ദെൻ ഡയറക്ടർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് RBI. ഓക്കെ, അപ്പൊ ഇവർക്കൊക്കെ അത്രത്തോളം ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികൾ, മെമ്പേഴ്സ് ആണ് ഈ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിരുന്നത് അല്ലെ. ആരൊക്കെയാണ്? DR ഗാഡ്ഗില്, B വെങ്കടാപ്പൈ, NSR ശാസ്ത്രി. DR ഗാഡ്ഗില്, B വെങ്കടാപ്പൈ, NSR ശാസ്ത്രി. ചെയർമാൻ AD ഗോർവാല. അപ്പൊ ഈ കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്ക് അത് NSR ശാസ്ത്രിയാണ് കേട്ടോ. കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആരാണ്? ഓർത്ത് വെച്ച് അത് NSR ശാസ്ത്രിയാണ്. NSR ശാസ്ത്രിയാണ് കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറി. അപ്പം ഈ കമ്മിറ്റി ഓർത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. AD ഗോർവാല കമ്മിറ്റി എന്നറിയപ്പെടുന്നുണ്ട്, സർവേ കമ്മിറ്റി എന്നറിയപ്പെടുന്നുണ്ട് അല്ലെ. പിന്നെ നമുക്ക് ഈ കമ്മിറ്റിയുടെ മറ്റൊരു വിശേഷണമാണ് the All India Rural Credit Survey Committee was the first committee to study the working of cooperative movement in India. ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അപ്പോയിന്റ് ചെയ്ത ആദ്യത്തെ കമ്മിറ്റിയാണ് സർവേ കമ്മിറ്റി അല്ലെ. ഫസ്റ്റ് കമ്മിറ്റി എന്ത് ചെയ്തു? ടു സ്റ്റഡി ദ വർക്കിംഗ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ വർക്കിംഗ്, എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നത് അല്ലെ, എങ്ങനെയാണ് ഇവര് പ്രവർത്തിക്കുന്നത് എന്നറിയാൻ വേണ്ടി ആദ്യമായിട്ട് അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റി ആണെന്ന് ചോദിച്ചാൽ അത് സർവേ കമ്മിറ്റി ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി പറയുന്നത് ദ കമ്മിറ്റി സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഇൻ ദ ഇയർ 1954. അത് ഞാൻ ഓൾറെഡി ആദ്യമേ പറഞ്ഞായിരുന്നു. 1951 അപ്പോയിന്റ് ചെയ്തു, 1954 ആ റിപ്പോർട്ട് സമർപ്പിച്ചു. ദ കമ്മിറ്റി സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഇൻ ദ ഇയർ 1954. അപ്പോയിന്റ് ചെയ്തത് 1951, റിപ്പോർട്ട് സമർപ്പിച്ചത് 1954. ഓക്കെ ആണ്. അടുത്ത പോയിന്റ് നമുക്ക് മനസ്സിലാക്കണം, ഈ കമ്മിറ്റി 3 വോളിയത്തിലാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ GST എന്ന് പഠിച്ചാൽ മതി കേട്ടോ. GST, G ഫോർ ജനറൽ, S ഫോർ സർവേ, T ഫോർ ടെക്നിക്കൽ. അങ്ങനെ നിങ്ങൾ പഠിച്ചു, നമുക്ക് ക്രമം ഒന്നും നോക്കണ്ട. അപ്പൊ ഓർത്ത് വെച്ചേക്കുന്ന കമ്മിറ്റി സബ്മിറ്റഡ് ദ റിപ്പോർട്ട് ഇൻ 3 വോളിയൂംസ്. 3 വോളിയത്തിലായിട്ടാണ് കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. നെയിംലി ഏതൊക്കെയാണ്? സർവേ റിപ്പോർട്ട്, ടെക്നിക്കൽ റിപ്പോർട്ട്, ജനറൽ റിപ്പോർട്ട്. നമ്മൾ പറഞ്ഞല്ലോ GST എന്ന് പഠിച്ചു. ഓക്കെ, ആ GST എന്ന് പഠിച്ചാൽ മതി കേട്ടോ. ജനറൽ സർവേ ടെക്നിക്കൽ, ജനറൽ സർവേ ടെക്നിക്കൽ എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ പറയുന്നുണ്ട് കൺസിഡറിംഗ് ദി സ്പെഷ്യൽ ക്യാരക്ടർ ഓഫ് ദിസ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന്റെ സവിശേഷതകളെ കൺസിഡർ ചെയ്തുകൊണ്ട് പറയുകയാണ് ദിസ് റിപ്പോർട്ട് ഈസ് നോൺ ആസ് ദ മാഗ്ന കാർട്ട ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്. അപ്പൊ സഹകരണ പ്രസ്ഥാനത്തിലെ മാഗ്ന കാർട്ട പണ്ട് 2000 ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 2008 8ലും 9ലും പഠിക്കുന്ന സോഷ്യൽ സയൻസ് പഠിച്ചാണ് മാഗ്ന കാർട്ട. ഇംഗ്ലണ്ടിൽ ആദ്യമായിട്ട് വന്ന നിയമമാണ് അല്ലേ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട നിയമങ്ങൾ ഒന്നായിരുന്നു മാഗ്ന കാർട്ട, ആദ്യമായിട്ട് വന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ കമ്മിറ്റിയെ നമ്മൾ എന്തായിട്ട് വിശേഷിപ്പിക്കുന്നത്? മാഗ്ന കാർട്ട ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്, സഹകരണ പ്രസ്ഥാനത്തിന്റെ മാഗ്ന കാർട്ട എന്ന് ഈ റിപ്പോർട്ടിനെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് അറിയപ്പെടാറുണ്ട് മാഗ്ന കാർട്ട ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്. അത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. PYQ ആണ്, പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണ് ഞാൻ വിചാരിക്കുന്നു. അടുത്ത പോയിന്റ് ആണ് ഇൻ ഓർഡർ ടു റിവിറ്റലൈസ് ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ്. സഹകരണ പ്രസ്ഥാനത്തിനെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കാനും ആൻഡ് സ്ട്രെങ്തൻ ഇറ്റ് അല്ലെ. അതായത് ഈ പ്രസ്ഥാനമൊക്കെ ഒന്ന് തണുത്ത് കിടക്കുകയാണ്, അപ്പൊ അതിനെയൊക്കെ ഒന്ന് ഉഷാറാക്കണം വേണമല്ലോ അല്ലെ. സഹകരണ പ്രസ്ഥാനത്തിനെ ഒന്ന് റിവിറ്റലൈസ് ചെയ്യാൻ വേണ്ടി അല്ലെ, ഒരു പുനരുദ്ധാരണം നടത്താൻ വേണ്ടി എന്ത് ചെയ്യുകയാണ് കമ്മിറ്റി? റെക്കമെൻഡഡ് ആൻ ഇന്റഗ്രൽ സ്കീം ഓഫ് റൂറൽ ക്രെഡിറ്റ് കേട്ടോ. അത് ഓർത്ത് വെച്ചാണ് കേട്ടോ. റൂറൽ ക്രെഡിറ്റ് ഒരു ഇന്റഗ്രൽ സ്കീം റെക്കമെൻഡ് ചെയ്തു. ഇന്റഗ്രേറ്റഡ് സ്കീം ഓഫ് റൂറൽ ക്രെഡിറ്റ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇന്റഗ്രേറ്റഡ് സ്കീം ഓഫ് റൂറൽ ക്രെഡിറ്റ്.
അടുത്തത് പറയുന്നുണ്ട്, നമുക്ക് അടുത്ത പോയിന്റ് നോക്കിയാലോ, റെക്കമെൻഡേഷൻസ് നോക്കാം. ഇപ്പൊ സാധാരണ നമ്മൾ ഇത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഓരോ റെക്കമെൻഡേഷൻസും എടുത്ത് പഠിക്കാം അല്ലേ, അതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ ഇത്ര റെക്കമെൻഡേഷൻ ഉണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇത്രയും റെക്കമെൻഡേഷൻസ് ആണ് ഈ കമ്മിറ്റി നടത്തിയിട്ടുള്ളത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഈ പേരെങ്കിലും ഓർത്ത് വെച്ചേക്കുക. എന്താ പറയുക, അല്ലാതെ ഇപ്പൊ ഓരോന്നും എടുത്ത് എന്താണ് സ്റ്റേറ്റ് പാർട്ണർഷിപ്പ്, എന്താണ് ക്രോപ്പ് ലോൺ എന്നൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പഠിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഇതെങ്കിലും പഠിച്ചിട്ട് പോകുക കേട്ടോ. നമുക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതെങ്കിലും ഈ പേരുകളെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇപ്പൊ റെക്കമെൻഡേഷൻ നോക്കിയ സർവേ കമ്മിറ്റിയുടെ ശുപാർശകൾ ആദ്യത്തെയാണ് ആ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റും എന്താണ് സഹകരണ സ്ഥാപനങ്ങളിൽ വന്നിട്ട് ഷെയർ ഒക്കെ എടുക്കണം, അല്ലെങ്കിൽ അതിൽ പങ്കാളികളാകണമെന്ന് പറയുന്നതാണ് സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് കേട്ടോ. അതാണ് സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഗവൺമെന്റ് പങ്കാളികളാകണം, ഷെയർ ക്യാപിറ്റലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അവർ എന്താണ് എടുത്തു പറയുന്നത്, അപ്പെക്സ് സംഘത്തിലെ ഡയറക്റ്റ് പാർട്ണർ ആകണം. അതായത് അപ്പെക്സ് സംഘത്തിൽ നിന്ന് നേരിട്ട് ഷെയർ മേടിക്കണം. പിന്നെ പറയുന്നത് സെൻട്രൽ സംഘത്തിൽ നിന്നും പ്രൈമറി സംഘത്തിലൊക്കെ ഇൻഡയറക്റ്റ് പാർട്ണർ ആയാൽ മതി, നേരിട്ട് പാർട്ണർ ആകണ്ട. അപ്പെക്സ് സംഘത്തിനെ കൊണ്ട് ഷെയർ മേടിപ്പിച്ചാൽ മതി. അപ്പൊ ജസ്റ്റ് സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, ഗവൺമെന്റ് പങ്കാളിയാകണം. സ്റ്റേറ്റ് എന്ന് പറയാൻ ഗവൺമെന്റ് ആണ് കേട്ടോ. രണ്ടാമത്തെയാണ് ക്രോപ്പ് ലോൺ സിസ്റ്റം. അത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ആന്റിസിപ്പേറ്റഡ് ക്രോപ്സിന്റെ സെക്യൂരിറ്റിയിൽ ലോൺ കൊടുക്കുന്നതാണ് ക്രോപ്പ് ലോൺ സിസ്റ്റം. പിന്നെ ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്. നമ്മൾ ഈ ലോൺ കൊടുക്കുമ്പം അത് ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ സംഘം ലോൺ കൊടുക്കുന്നു, എന്തെങ്കിലും കൃഷിക്ക് ആവശ്യമായി നമ്മൾ ലോൺ കൊടുക്കുന്നു, കൃഷിക്ക് കാർഷിക ആവശ്യത്തിന് കൃഷിക്ക് ആവശ്യമായിട്ട് ലോൺ കൊടുക്കുന്നു. അപ്പൊ നമ്മൾ അവിടെ ഓൾറെഡി ഒരു എഗ്രിമെന്റിൽ എത്തും. എന്താണ് ഇതിലെ എന്താ പറയുക വിളകള് അല്ലേ, ആ ഉൽപ്പന്നങ്ങള് അവിടെയുള്ള മാർക്കറ്റിംഗ് സംഘത്തിൽ കൂടെ മാത്രമേ വിപണനം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞ് ഒരു എഗ്രിമെന്റിലേക്ക് ഏർപ്പെടും. അതാണ് ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി, അത്ര വിശദമായിട്ട് പോകണ്ട, അങ്ങനെ വിശദമായിട്ട് ചോദിച്ചിട്ടുമില്ല. ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ഏത് കമ്മിറ്റിയുടെ ശുപാർശയാണെന്ന് ചോദിച്ചാൽ സർവേ കമ്മിറ്റിയുടെ ശുപാർശയാണെന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ പറയാം ലാർജ് സൈസിൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് രൂപീകരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഒന്ന് പഠിച്ചേക്കണേ. ഓർഗനൈസേഷൻ ഓഫ് ലാർജ് സൈസിൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് അല്ലെ, ലാർജ് സൈസിൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഓർഗനൈസ് ചെയ്യണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് SBA ആണ്. ഇമ്പീരിയൽ ബാങ്കാണല്ലോ അന്ന് നിലനിന്നിരുന്നത്. അപ്പൊ അതിനെ നാഷണലൈസ് ചെയ്തുകൊണ്ട് എന്താണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സർവേ കമ്മിറ്റി അല്ലെങ്കിൽ ഗോർവാല കമ്മിറ്റി എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ചില പുസ്തകങ്ങൾ നിങ്ങൾ ഈ ട്രെയിനിങ് ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ചിലപ്പോൾ കാണാൻ സാധ്യതയില്ല. പക്ഷേ ഇപ്പോൾ HDC പുസ്തകങ്ങളിലൊക്കെ ഇത് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഇത് ഒരു തവണ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ നമ്മുടെ സർവേ കമ്മിറ്റിയുടെ തന്നെ റെക്കമെൻഡേഷൻ ആണ്. പിന്നെ പറയുകയാണ് നല്ല പ്രോപ്പറായിട്ട് എഫക്റ്റീവായിട്ട് എന്താണ് മേൽനോട്ടവും ഓഡിറ്റും ഒക്കെ നടത്തണം, സൂപ്പർവിഷനും ഓഡിറ്റും ഒക്കെ നടത്തണം എന്ന് എന്താണ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. എഫക്റ്റീവ് സൂപ്പർവിഷൻ ആൻഡ് ഓഡിറ്റ്. പിന്നെ എട്ടാമത് ക്രിയേഷൻ ഓഫ് വേരിയസ് ഫണ്ട്സ്. കുറെ അധികം ഫണ്ടുകൾ ക്രിയേറ്റ് ചെയ്യണമെന്നും കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ക്രിയേഷൻ ഓഫ് വേരിയസ് ഫണ്ട്സ് ആണ്. നമുക്ക് ജസ്റ്റ് അതുകൊണ്ട് നോക്കാം. അപ്പൊ ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ഈ 8 എണ്ണം പഠിച്ചിട്ടേ പോകാവുള്ളൂ കേട്ടോ. ഏതൊക്കെയാണ് സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, ക്രോപ്പ് ലോൺ സിസ്റ്റം, ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്, ഓർഗനൈസേഷൻ ഓഫ് ലാർജ് സൈസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് SBA, ട്രെയിനിങ് ഓഫ് പേഴ്സണൽ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, എഫക്റ്റീവ് സൂപ്പർവിഷൻ ആൻഡ് ഓഡിറ്റ്, പിന്നെ ക്രിയേഷൻ ഓഫ് വേരിയസ് ഫണ്ട്സ്. മസ്റ്റ് ആയിട്ടും ഈ 8 എണ്ണം കാണാതെങ്കിലും പഠിച്ചു കേട്ടോ. കാണാതെ എങ്കിലും ഒന്ന് പഠിച്ചിട്ട് പോവാം. മസ്റ്റായിട്ട് പഠിക്കണം കേട്ടോ. ഇനി അടുത്തത് റെക്കമെൻഡേഷൻസ് ആണ്. വേരിയസ് ഫണ്ടുകൾ, അതായത് ഞാൻ പറഞ്ഞു നോക്കിയ 8ാമത്തെ റെക്കമെൻഡേഷൻ ക്രിയേഷൻ ഓഫ് വേരിയസ് ഫണ്ട്സ്. കുറെ ഫണ്ടുകൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ഫണ്ടുകൾ നോക്കാം അല്ലെ. ഇതിൽ പറയുന്നുണ്ട് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ട്, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ 3 ഫണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. സർവേ കമ്മിറ്റി റെക്കമെൻഡഡ് ടു ക്രിയേറ്റ് 3 ഫണ്ട്സ് അണ്ടർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ 3 ഫണ്ടുകൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണമെന്ന് ശുപാർശ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഒന്നാമത്തെയാണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ട് കേട്ടോ, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ട്. രണ്ടാമതാണ് നാഷണൽ വെയർ ഹൗസിംഗ് ഫണ്ട്. മൂന്നാമതാണ് നാഷണൽ അഗ്രികൾച്ചർ ആൻഡ് ക്രെഡിറ്റ് ഫണ്ട്. ഓക്കെ, ഇനി പറയുന്നുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ 2 ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പൊ ആദ്യം പറഞ്ഞു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ 3 ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. രണ്ടാമത് പറഞ്ഞിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ 2 ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അല്ല, ആദ്യത്തെയാണ് നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഫണ്ട് ഫോർ ലോങ് ടൈം ഓപ്പറേഷൻ അല്ലെ. നാഷണൽ
അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഫണ്ട് ഫോർ ലോങ് ടൈം ഓപ്പറേഷൻ. രണ്ടാമത് പറയുന്നുണ്ട് നാഷണൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. അപ്പൊ നാഷണൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഫണ്ട് ഫോർ ലോങ് ടൈം ഓപ്പറേഷൻ രണ്ട് ഫണ്ടുകളാണ്. ഒന്ന് നാഷണൽ അഗ്രികൾച്ചർ ഫണ്ട് ഫോർ ലോങ് ടൈം ഓപ്പറേഷൻ, രണ്ടാമതാണ് നാഷണൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. പിന്നെ പറയുന്നുണ്ട് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ട്. ഇപ്പോൾ ആരാണ് അത് നോക്കി നടത്തുക എന്ന് ചോദിച്ചാൽ അത് NCDC ആണ് കേട്ടോ. ഓക്കെ. ഇപ്പോൾ NCDC ആണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ട് ഇപ്പോൾ നോക്കി നടത്തുന്നത് അല്ലേ. പിന്നെ നാഷണൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഫണ്ട് ഫോർ ലോങ് ടൈം ഓപ്പറേഷൻ വാസ് ക്രിയേറ്റഡ് ഇൻ 1958. അത് ഓർത്ത് വെച്ചേക്കുക. നാഷണൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഫണ്ട് അല്ലെ ലോങ് ടൈമിലേക്കുള്ളത് ഓർത്ത് വെച്ചേക്കുക. 1958 അത് ക്രിയേറ്റ് ചെയ്തത്. പിന്നെ പറയുന്നത് നാഷണൽ അഗ്രികൾച്ചർ ആൻഡ് ക്രെഡിറ്റ് ഫണ്ട് ഫോർ ലോങ് ടൈം ഓപ്പറേഷൻ ഈസ് മെയിൻറ്റെയിൻ ബൈ നബാർഡ്. ഇപ്പോൾ ഇത് നബാർഡാണ് ഈ ഫണ്ടുകൾ കേട്ടോ. ഈ രണ്ട് RBIയുടെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യേണ്ട രണ്ട് ഫണ്ടുകളും ഇപ്പോൾ ആരാണ് നോക്കി നടത്തുക എന്ന് ചോദിച്ചാൽ നബാർഡാണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. RBIയുടെ കേട്ടോ. RBIയുടെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യണം നമ്മൾ പറഞ്ഞ ഫണ്ടുകൾ ഉണ്ടല്ലോ, അതെല്ലാം ഇപ്പൊ നബാർഡാണ് നോക്കി നടത്തുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ പറയുന്നത് നാഷണൽ അഗ്രികൾച്ചർ ആൻഡ് ക്രെഡിറ്റ് ഫണ്ട് ഫോർ ലോങ് ടൈം ഓപ്പറേഷൻ ഈസ് മെയിൻറ്റെയിൻ ഫോർ ലോങ് ടൈം ലോൺസ് ടു കോപ്പറേറ്റീവ്സ്. അതായത് സഹകരണ സംഘങ്ങൾക്ക് അല്ലെ സഹകരണ സ്ഥാപനങ്ങൾക്ക് ദീർഘകാലത്തേക്ക് ലോങ് ടൈമിലേക്ക് ലോൺ കൊടുക്കാൻ വേണ്ടിയാണ് നാഷണൽ അഗ്രികൾച്ചർ ആൻഡ് ക്രെഡിറ്റ് ഫണ്ട് യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് നമ്മുടെ കാർഡ് ബാങ്കിലെ ഗ്രാമവികസന ബാങ്കിന്റെ അപ്പച്ചിൽ വരുന്ന സ്റ്റേറ്റ് കാർഡ് ബാങ്ക്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഡിബഞ്ചർ പർച്ചേസ് ചെയ്യാനും ഈ ഫണ്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇപ്പൊ ലോങ് ടൈം ഫണ്ട് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചാൽ ലോങ് ടൈം ലോൺ കൊടുക്കാൻ സഹകരണ സ്ഥാപനങ്ങൾക്ക് ലോങ് ടൈം ലോൺ കൊടുക്കാനും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് കാർഡ് ബാങ്ക്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഡിബഞ്ചർ പർച്ചേസ് ചെയ്യാനും ഈ ഫണ്ട് ഉപയോഗിക്കാറുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഓർത്ത് വെച്ചേക്കുക ഇപ്പോൾ ഈ നാഷണൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഫണ്ട് അറിയപ്പെടുന്ന പേര് നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടാണെന്ന് ഓർത്ത് വെച്ചേക്കുക. നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് ആരാ മെയിൻറ്റെയിൻ ചെയ്യുക? അത് നബാർഡാണ് കേട്ടോ. അതായത് ഷോർട്ട് ടൈം ലോണും മീഡിയം ടൈം ലോണും കൊടുക്കാൻ വേണ്ടി നബാർഡാണ് ഇപ്പോൾ ഈ സ്റ്റെബിലൈസേഷൻ ഫണ്ട് ഉപയോഗിക്കുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. അങ്ങനെ ഫണ്ടുകളൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, എങ്കിലും ഒന്ന് മനസ്സിലാക്കി പോവാം. ഇത്രയും മതി. ഇത് കൂടുതലൊന്നും വലിച്ചുമാരി പലയിടത്തും നമ്മൾ കാണുന്ന ഒരുപാട് നോട്ട്സുകൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ചുമ്മാ വലിച്ചു വാരി പഠിച്ച് സമയം കളയേണ്ട കാര്യമില്ല. ഒരുപാട് വലിച്ചു വാരി പഠിച്ചാൽ കൺഫ്യൂഷൻ ആവുകയും ചെയ്യും. കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി പഠിക്കുക, അത്ര തന്നെ. പിന്നെ കമ്മിറ്റിയുടെ നല്ലൊരു ശുപാർശയായിരുന്നു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് വാസ് നോട്ട് ഓഫ് ദ റൈറ്റ് ടൈം, വാസ് നോട്ട് ദ റൈറ്റ് ക്വാണ്ടിറ്റി, ഡിഡ് സെർവ് ദ റൈറ്റ് പർപ്പസ്, ക്യാൻ ഓഫൻ ഫെയിൽഡ് ടു റീച്ച് ദ റൈറ്റ് പീപ്പിൾ ആൻഡ് കോപ്പറേഷൻ ഹാസ് ഫെയിൽഡ് ബട്ട് ഇറ്റ് മസ്റ്റ് ബി സക്സീഡഡ്. അതായത് കറക്റ്റ് സമയത്ത് ആവശ്യമായിട്ടുള്ള രീതിയിൽ റൈറ്റ് പേഴ്സണ് എന്ത് കിട്ടുന്നില്ല, ഫണ്ട് കിട്ടുന്നില്ല കേട്ടോ. കമ്മിറ്റി ഫൗണ്ട് ദാറ്റ് കമ്മിറ്റി എന്താ കണ്ടെത്തിയേ? കോപ്പറേറ്റീവ് ക്രെഡിറ്റ്, സഹകരണ ക്രെഡിറ്റ് അല്ലെ സഹകരണ വായ്പ കറക്റ്റ് സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കറക്റ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ കിട്ടുന്നില്ല, റീച്ച് ചെയ്യുന്നില്ല അല്ലെ, ആവശ്യം റൈറ്റ് പീപ്പിളിന് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ പറയാണ് കോപ്പറേഷൻ എന്തായി, കോപ്പറേഷൻ ഹാസ് ഫെയിൽഡ് അല്ലെ, കോപ്പറേഷൻ ഹാസ് ഫെയിൽഡ് ബട്ട് ഇറ്റ് മസ്റ്റ് ബി സക്സീഡഡ്. സഹകരണം എന്ന് പറയുന്ന ഒരു ഐഡിയോളജി എന്താണ്, ആ ഒരു ഐഡിയോളജി ഫെയിലായി അല്ലേ. ഓക്കെ, കോപ്പറേഷൻ ഹാസ് ഫെയിൽഡ്, സഹകരണം എന്ന ഐഡിയോളജി അവിടെ ഫെയിൽഡ് ആയി. പക്ഷേ പറയുന്നുണ്ട് ബട്ട് ഇറ്റ് മസ്റ്റ് ബി സക്സീഡഡ്, എന്നാൽ അത് സക്സീഡ് ചെയ്യണം. നിലവിൽ ഇതെല്ലാം ഫെയിലായി കിടക്കുകയാണ്, പക്ഷേ ഇത് സക്സീഡ് ചെയ്യണം എന്ന്. ഈ ഒരു കൊട്ടേഷൻ ആരുടെ എന്ന് ചോദിച്ചാൽ അത് സർവേ കമ്മിറ്റിയുടെ കൊട്ടേഷനാണ്. അതും നിങ്ങളൊന്ന് മനസ്സിലാക്കുക കേട്ടോ. ഈ ഒരു കൊട്ടേഷൻ കൂടെ നിങ്ങൾ മനസ്സിലാക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു കൊട്ടേഷനാണ്. സാധാരണയായിട്ട് ചോദിക്കുന്ന ഇതിലുള്ള കോപ്പറേഷൻ ഹാസ് ഫെയിൽഡ് ബട്ട് ഇറ്റ് മസ്റ്റ് ബി സക്സീഡഡ്, ഇത്രയാണ് സാധാരണ പരീക്ഷയൊക്കെ ചോദിച്ചു കാണുന്നത്. പക്ഷെ ഇതാണ് പൂർണ്ണ രൂപം. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് വാസ് നോട്ട് ഓഫ് ദ റൈറ്റ് ടൈം, സഹകരണ വായ്പ കറക്റ്റ് സമയത്ത് അല്ലെ, കറക്റ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി, ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളിടത്തോളം ക്വാണ്ടിറ്റിയിൽ ആവശ്യമായിട്ടുള്ള പർപ്പസിന് ആവശ്യക്കാരന് കിട്ടുന്നില്ല, അതാണ് പറയുക. കറക്റ്റ് ആൾക്ക് ലോൺ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ സഹകരണം എന്ന് പറയുന്ന ആ ഒരു ഐഡിയോളജി ഫെയിലായി. പക്ഷേ അത് സക്സീഡ് ചെയ്യണം, ബട്ട് ഇറ്റ് മസ്റ്റ് ബി സക്സീഡഡ്. സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ്. ഇത്തരം കാര്യങ്ങളെങ്കിലും മിനിമം ആണ് ഞാൻ ഈ പറയുന്നത്, മിനിമം ഇത്രയെങ്കിലും പഠിച്ചിട്ട് പോവുക കേട്ടോ. ഇതിൽ കൂടുതൽ പരീക്ഷ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയില്ല. ഇത്രയെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് പോവുക. പഠിക്കാനാണെങ്കിൽ നമുക്ക് 2-3 മണിക്കൂർ എടുത്തിട്ട് പഠിക്കാനുണ്ട്, പക്ഷെ അത്രയൊന്നും വേണ്ട. ഇത്രയെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് പോവുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ എക്സാംസുകൾ അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ചാനൽ ആക്റ്റീവ് ആക്കാൻ പോവുകയാണ്. ഇന്ന് വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക.
ഓക്കെ, ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസുകൾ എന്നും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.